എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം നശിക്കാൻ നോക്കുന്നത്? ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ റീസൺ. വെയിറ്റ് കണ്ട് നമ്മുടെ കണ്ടക്സിലോട്ടൊന്ന് വന്നിട്ട് ഞാൻ അതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് ചോദിക്കാം. ഡിന്നർ കഴിച്ചതിന് ശേഷം ഉടനെ കിടന്നുറങ്ങുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം, ഈ വാക്ക് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട് ആഹാരത്തെ കടത്തി വിടുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് സ്റ്റൊമക്കിലുള്ള ആസിഡും അല്ലെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസും കൂടെ ചേർന്നിട്ട് നമ്മുടെ കഴിച്ച ആഹാരത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് ഒരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈജഷൻ, അല്ലെങ്കിൽ പ്രോപ്പർ മലയാളത്തിലതിന് ദഹനം എന്ന് പറയും. പക്ഷേ രാത്രിയിൽ നമ്മൾ ഈ ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ പോയി കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റൊമക്കിലെ ആസിഡ് നമുക്ക് തിരിച്ച് നമ്മുടെ ഫുഡ് പൈപ്പിലോട്ട് അല്ലെങ്കിൽ അന്നനാളത്തിലോട്ട് തിരിച്ചൊഴുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് കാരണം നമുക്ക് ആസിഡ് റിഫ്ലക്സ് അല്ലെന്നുണ്ടെങ്കിൽ പുളിച്ചുതട്ടൽ എന്ന് പറയുന്ന സിറ്റുവേഷന്, നെഞ്ചിരിപ്പ് അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് ഉണ്ടാവുക, ബ്ലോട്ടിങ്, ഇതൊന്നും പോരാത്തിന് നമ്മുടെ ദഹനം പ്രോപ്പർ ആകാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല സിറ്റുവേഷനിലോട്ടാണ് ഇത് നമ്മളെ നയിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞതാകെ ഒരു ദിവസത്തെ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇതൊരു ലോങ് ടേം ഹാബിറ്റായിട്ട് കൊണ്ടുപോകുന്നവർക്ക് ക്രോണിക് അസിഡിറ്റി, GERD എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. പിന്നെ മെറ്റബോളിക് ആയിട്ടുള്ള ഇഷ്യൂസ് പോലുള്ള പല അസുഖങ്ങളായിട്ട് ഇത് പിന്നെ ഉണ്ടാകാൻ തുടങ്ങും. ഇങ്ങനെ ഇതേപോലെ തന്നെ ഈ രാത്രിയിൽ ആഹാരം കഴിച്ചിട്ട് നേരത്തെ പോയി കിടക്കുന്നവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അമിതമായിട്ട് ശരീരഭാരം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ മുന്നേ തന്നെ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് പോയി കണ്ടുകൂടെ നോക്കുക. ഇതിൽ നമുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹാബിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മിനിമം ഒരു 2 to 3 hours ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ ശ്രമിക്കുക. ഞാൻ രാത്രിയിലെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വലിയ ഹാർഡ് വർക്കൗട്ട് എന്നൊന്നും പറയാനില്ല, നമ്മുടെ മുറിയിൽ തന്നെ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ തന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുക. ഇത് നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓർക്കുക, ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ഹെൽത്തിനെ ലോങ് ടേം ആയിട്ട് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.